നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിൽ എംപിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരിക്കുകയാണ്. എംപിയുടെ മൂക്കിലെ 2 അസ്ഥികളിൽ പൊട്ടലുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള എല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചതായാണ് CT സ്കാൻ റിപ്പോർട്ട്. നിലവിൽ ICUവിൽ നിരീക്ഷണത്തിലാണ് അദ്ദേഹം. ശസ്ത്രക്രിയ പൂർത്തിയായി എങ്കിലും ഏതാനും ദിവസങ്ങൾ കൂടി ഷാഫി ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടിയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് തന്നെയുണ്ട്. പലയിടത്തും പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ചയാണ്. കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് ഇളക്കി പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് കാഞ്ഞങ്ങാട് റോഡ് ഉപരോധിച്ച പ്രവർത്തകർക്കും പോലീസും തമ്മിൽ സംഘർഷമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയായിരുന്നു. അരമണിക്കൂർ നേരമാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടത്. റോഡിൽ ടയർ കത്തിക്കുവാനുള്ള പ്രവർത്തകരുടെ ശ്രമം നേതാക്കളും പോലീസും ഒക്കെ ഇടപെട്ട് തടയുന്ന കാഴ്ചയായിരുന്നു. പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊല്ലം ചടയമംഗലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ MC റോഡ് ഉപരോധിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. പോലീസ് മർദ്ദനത്തിൽ രൂക്ഷ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തിയിട്ടുണ്ട്. ഷാഫിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നാണ് VD സതീശൻ പറഞ്ഞത്. സർക്കാരിനെ പ്രതിരോധിക്കാനാണ് പോലീസിന്റെ ശ്രമം. UDF ശക്തമായ പ്രക്ഷോഭത്തിലേക്കാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ഷാഫി പറമ്പിൽ MPയെയും സഹപ്രവർത്തകരെയും ഒക്കെ ആക്രമിച്ച് ശബരിമലയിൽ പ്രതിരോധത്തിലായ സർക്കാരിനെ മുഖ്യമന്ത്രിയും രക്ഷിക്കുവാനാണ് പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി UDF മുന്നോട്ടു പോകുമെന്നാണ് VD സതീശൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. മകന് ED സമൻസ് എന്തിനെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഒരു സമൻസിന് ശേഷം തുടർ നടപടി ഒന്നും ED സ്വീകരിച്ചിട്ടില്ല. ഇത് CPM-BJP ബന്ധത്തിന് തെളിവെന്നും സതീശൻ ആരോപിച്ചു. എല്ലാം സെറ്റിൽമെന്റ് ആണെന്ന് പറഞ്ഞ സതീശൻ യഥാർത്ഥ വസ്തുത പുറത്തു വരണമെന്നും ആവശ്യപ്പെട്ടു. വിവേക് സമൻസ് ലംഘിച്ചോ എന്ന് വ്യക്തമാക്കണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ആവശ്യപ്പെട്ടു. ഇതിനിടെ തന്നെ ഷാഫി പറമ്പിൽ MP മർദ്ദിച്ചിട്ടില്ല എന്ന പോലീസ് വാദമൊക്കെ പൊളിയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നതാണ്. LDF UDF പ്രവർത്തകർ മുഖാമുഖം നിൽക്കെ സംഘർഷ സ്ഥലത്ത് വെച്ച് ഷാഫി പറമ്പിലെ പോലീസ് ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. എന്നാൽ പ്രകോപനമുണ്ടായിട്ട് പോലീസ് മർദ്ദിച്ചില്ലെന്നും മറിച്ചുള്ള പ്രചാരണമെല്ലാം ഷാഫിയുടെ ഷോ എന്നും CPM പ്രതികരിക്കുന്നു. പേരാമ്പ്ര CKG ഗവൺമെന്റ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷവും ഇതിനിടെ ഷാഫി പറമ്പിൽ MPക്ക് പോലീസിന്റെ ലാത്തിയടിയിൽ പരിക്കേറ്റതും സംസ്ഥാന സർക്കാരിനും CPM-നുമെതിരെ പ്രതിപക്ഷത്തിന്റെ പുതിയ പടയൊരുക്കത്തിന് വഴിമരുന്നിടുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതലുള്ള കാഴ്ച. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി പോരടിക്കുന്ന LDF UDF പ്രവർത്തകർ പേരാമ്പ്ര ടൗണിൽ മുഖാമുഖം നിൽക്കെ സംഭവസ്ഥലത്തെത്തിയ ഷാഫി പറമ്പിൽ MPയും DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിനിടെയായിരുന്നു പോലീസിന്റെ ലാത്തിയടി ഉണ്ടായതും ഷാഫിക്ക് പരിക്കേറ്റതും. എന്നാൽ ലാത്തി ചാർജ് നടത്തിയിട്ടില്ലെന്നും നിയമവിരുദ്ധമായി സംഘം ചേർന്നവരെ പിരിച്ചുവിടുവാൻ കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോൾ ഉണ്ടായ സമ്മർദ്ദത്തിൽ MPക്ക് പരിക്കേറ്റതാകാമെന്നുമുള്ള പോലീസ് വാദം പൊളിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽക്കേ പുറത്തു വരുന്നത്. ഇതോടെ കോഴിക്കോട് IG ഓഫീസിന് മുന്നിലും സംസ്ഥാനത്തെ മറ്റ് വിവിധ ഇടങ്ങളിലും കോൺഗ്രസ് UDF പ്രവർത്തകരുടെ പ്രതിഷേധം വീണ്ടും അരങ്ങേറി. ഈ സമയത്ത് തന്നെ ഈ സംഘർഷത്തിന്റെ പേരിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ 600ഓളം പേർക്കെതിരെ കോഴിക്കോട് റൂറൽ പോലീസ് നിയമവിരുദ്ധമായി സംഘം ചേർന്ന് സംഘർഷം ഉണ്ടാക്കിയതിനും പോലീസിനെ ആക്രമിച്ചതിനും കേസെടുത്തു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെ വഴിതിരിച്ചുവിടാനാണ് കരുതിക്കൂട്ടി MP ആക്രമിച്ചതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും AICC ജനറൽ സെക്രട്ടറി KS വേണുഗോപാൽ പ്രതികരിച്ചു. എന്നാൽ ഹർത്താലിന്റെ പേരിൽ പഞ്ചായത്ത് ഓഫീസിൽ കയറി പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ചിട്ടും പേരാമ്പ്രയിലെ CPM പ്രവർത്തകർ സംയമനം പാലിക്കുകയാണ് ചെയ്തതെന്നും ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രദ്ധ നേടുവാനുമാണ് ഷാഫി ശ്രമിച്ചതെന്നും CPM ആരോപിക്കുന്നു. അതിനിടെ സംഘർഷത്തിൽ മൂക്കിന്റെ പാലം തകർന്ന ഷാഫി പറമ്പിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. അദ്ദേഹത്തെ കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെത്തി കണ്ടിരുന്നുവെന്നും മൂക്കിൽ 3 പൊട്ടലുകളാണ് ഉണ്ടായിരുന്നത്, അടിയന്തരമായി ശസ്ത്രക്രിയ വേണ്ടി വന്നുവെന്നും തങ്ങൾ കാണുമ്പോൾ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളും വേദനയുമൊക്കെ ഉണ്ടായിരുന്നതായും എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും ആശംസിക്കുന്നതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പോസ്റ്റ് ഇട്ടിരുന്നു. ഞങ്ങളുടെ ഷാഫി പറമ്പിൽ നേതാവിനെ നീയൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ എത്ര ഉയരത്തിൽ നീയൊക്കെ ഇരുന്നാലും നിന്നെയൊക്കെ കൊണ്ട് മറുപടി ഞങ്ങൾ പറയിച്ചിരിക്കുമെന്നാണ് KSU നിലപാട്. വായയിലൂടെയാണ് ഷാഫി പറമ്പിൽ ശ്വാസം എടുക്കുന്നത്. സംസാരിക്കുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ കണ്ടതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. രൂക്ഷ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്.
CPM-ന് വേണ്ടി ബൈജു പണിയെടുക്കേണ്ടെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ബൈജു റൂറൽ എസ്പിയുടെ പണി ചെയ്താൽ മതിയെന്നും കൂട്ടിച്ചേർത്തു. റൂറൽ SP ബൈജു ക്രിമിനൽ ആണെന്നും CPM-ന് വേണ്ടി ഷാഫിയെ മർദ്ദിച്ചുവെന്നും രാഹുൽ ആരോപിച്ചു. ബൈജു CPM ജില്ലാ സെക്രട്ടറിയുടെ പൊളിറ്റിക്കൽ പ്രസ്താവന നടത്തണ്ട. IPS കൺഫർ ചെയ്ത് കിട്ടിയതിന് ഉപകാരസ്മരണ ചെയ്യുവാനായി കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചാൽ രാഷ്ട്രീയമായി കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. സർക്കാർ എത്ര ശ്രമിച്ചാലും ശബരിമല തട്ടിപ്പിൽ സത്യം പുറത്തുവരും വരെ പ്രക്ഷോഭം നടത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ഇതിനിടെ MP ഷാഫി പറമ്പലിന് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്. ഷാഫിക്ക് മതിയായ സുരക്ഷ ഒരുക്കുവാൻ നിർദ്ദേശിക്കണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. മുൻ ദേശീയ കോർഡിനേറ്റർ വിനീത് തോമസാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിനിടെ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത് മറ്റൊരു നടപടിക്കും ശ്രമിച്ചിരിക്കുകയാണ് ഈ പോലീസ്. ഇതോടെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ ഷാഫി ജയിലിലാകുന്ന അവസ്ഥയാണുള്ളത്. സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ 692 പേർക്കെതിരെയാണ് കേസ്. പോലീസിനെ ആക്രമിച്ചുവെന്നാണ് FIR-ലുള്ളത്. LDF പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 492 പേർക്കെതിരെയാണ് കേസ്. ന്യായവിരോധമായി സംഘം ചേർന്നു, വഴി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി തുടങ്ങിയവയ്ക്കാണ് കേസ്. പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നതെന്നൊക്കെയുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തിനും മൂക്കിനുമാണ് പരിക്കേറ്റുന്നത്. പേരാമ്പ്ര ടൗണിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഷാഫി പറമ്പിലും പ്രതിഷേധിക്കുമ്പോൾ പോലീസുകാർ നിലയുറപ്പിച്ചിരുന്നു. പോലീസ് ബാറ്റൺ ഉപയോഗിച്ച് നേരിട്ട് തലയ്ക്കടിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. ഈ അടിയിലാണ് ഷാഫി പറമ്പിലെ മൂക്കിന് ഗുരുതരമായി പരിക്കേൽക്കുകയും മൂക്കിന് 2 എല്ലുകൾക്ക് പൊട്ടലേൽക്കുകയും ചെയ്തത്. നേരത്തെ CPM നേതാക്കളും റൂറൽ SP-യും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഷാഫി പറമ്പിൽ പരിക്കേറ്റത് ഷോ ആണെന്നും പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും വാദിച്ചിരുന്നു. എന്നാൽ ലാത്തി ചാർജിലാണ് പരിക്കേറ്റതെന്ന കോൺഗ്രസ് വാദത്തിന് ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ തെളിവായി മാറുകയാണ്.